നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് സ്വാഗതം. ഈസി ലൈഫ്, ജിന്ദഗി ബനെ ആസാൻ, ജീവിതം ലളിതമായി സുന്ദരമായി ജീവിക്കുക. ഏറ്റവും മനോഹരമായ ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച വീണ്ടും തുടരുന്നു. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പം ഗിരീഷ് ബ്രദറുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗിരീഷ് ഭായി, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരുപാട് ലേണിംഗ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിതം എളുപ്പത്തിൽ ജീവിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നെഗറ്റീവ് അനുഭവം നമ്മൾ എടുത്തു വയ്ക്കും. നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ വിവിഡായിട്ട് പിടിച്ചു വയ്ക്കുന്നു? എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം? ഇത് നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് ടു ക്ലീൻ ആൻഡ് ക്ലെൻസ് യുവർ മൈൻഡ്. ഒരേ വിചാരം, അതും വിച്ച് ഇസ് നോട്ട് വെരി ഗുഡ് ടു മീ, വിച്ച് ഹാസ് ഹാപ്പൻഡ് കുറേ വർഷം മുമ്പുള്ള ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ് ഓർ ഒരു ആക്സിഡൻറ്റ് വിച്ച് ഇസ് നോട്ട് ഇൻ ഗുഡ് ടേസ്റ്റ് ഇൻ മൈ ലൈഫ്, അത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഐ ഗിവ് യു എ വെരി സിമ്പിൾ എക്സാമ്പിൾ. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ട്രെയിനർ എന്നെ പഠിപ്പിച്ചു, ഇങ്ങനെയാണ് ഇഗ്നീഷൻ ഓൺ ചെയ്യേണ്ടത്, പിന്നെ ക്ലച്ച് അമർത്തിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യണം, പിന്നെ അത് വിട്ടിട്ട് കുറച്ച് ആക്സലറേറ്റർ പുഷ് ചെയ്യണം, മുമ്പെന്ന് എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും ഒബ്സ്റ്റിക്കൽ വരുമ്പോൾ ബ്രേക്ക് അടിക്കണം. ഈ ബ്രേക്ക് അടിക്കാൻ എത്ര ഈസിയാണ്. All I need to do is to just push the brake pedestal and വണ്ടി ഓട്ടോമാറ്റിക്കലി നിൽക്കും. ഇത് നമ്മൾ ട്രെയിനിങ്, അഗെയിൻ ഐ എം ഗോയിങ് ബാക്ക് ടു ദ സെയിം ഓൾഡ് ഫിനോമിന. ഞാൻ ട്രെയിനിങ്, എ സിസ്റ്റമാറ്റിക്, എ വെരി പ്രോപ്പർ ഓർഗനൈസ്ഡ് ട്രെയിനിങ് ഓഫ് ഹൗ ടു ലീഡ് ലൈഫ്. വിചാരിച്ചോ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ സംസാരിക്കുമ്പം ലെറ്റ് us assume ഈ അതേ ഇൻസിഡൻറ്റ് ഒരു 20 കൊല്ലം മുമ്പേ, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പേ, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ ആ നടന്ന ഉള്ള ഇവൻറ്റ് വിച്ച് ഇസ് നോട്ട് വെരി ഗുഡ് ടു റിമൈൻഡ്. ആ തോട്ട് വരുമ്പം ക്യാൻ ഐ ഹാവ് ദി എബിലിറ്റി ടു പുട്ട് എ ബ്രേക്ക് ടു ദാറ്റ് തോട്ട്? പിന്നെ ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. ഈ തോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിക്കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയില്ല. ഐ ഹാവ് എ ഫെസിലിറ്റി കോൾഡ് ആസ് ബ്രേക്ക്. അതെങ്ങനെ ബ്രേക്ക് അടിക്കണം അതുപോലും അറിയില്ല. ആക്ച്വലി വെരി ഈസിയാണ്. ഓൾ ഐ നീഡ് ടു ഡു ഇസ് ടു പുഷ് ദാറ്റ് ബ്രേക്ക് ബട്ടൺ, റൈറ്റ്? അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും എൻ്റെ ജേർണി ഓഫ് ആ ട്രാവൽ ചെയ്യുമ്പം? പിന്നെ ഇൻ ദിസ് അനലോഗി, ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അവിടെയുണ്ട്. എനിക്കതവിടെ ഉണ്ടെന്ന് അറിയണം, അതിനെ ചവിട്ടും വേണം. പക്ഷേ ഇവിടെ അങ്ങനൊരു സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്കത് ചവിട്ടാം. കറക്റ്റ്. പക്ഷേ വാട്ട് ഈസ് മൈ ബ്രേക്ക്? ബ്രേക്ക് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ, വെൻ ഐ എം സ്പീക്കിംഗ് അബൌട്ട് തോട്ട്സ്, മനസ്സിൻ്റെ വിചാരങ്ങൾ, നല്ല വിചാരം, നെഗറ്റീവ്, പോസിറ്റീവ് തോട്ടിന് നെഗറ്റീവ് തോട്ട്. ന്യൂട്രൽ തോട്ടൊന്നും ഇല്ലല്ലേ? ന്യൂട്രൽ തോട്ടും ഉണ്ട്. യെസ്, ദർ ആർ. ക്യാൻ വി ഹാവ് ന്യൂട്രൽ തോട്ട്? ഓർഡിനറി തോട്ട് which is neither positive, which is neither negative. It's an ordinary thought, which could be necessary for me. Say for example, ഇപ്പം എനിക്കറിയാം, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് പോയിട്ട് വെള്ളം കുടിക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. So it's a necessary thought. I need to go to the office. It's a necessary thought. I need to get up on time. It's a necessary thought. So they can be ഒരു കാറ്റഗറി നമുക്ക് പുട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ഓർഡിനറി തോട്ട്. പക്ഷേ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അവിടെയാണ് ദ എഫേർട്ട് വരുന്നത്. ഈ ലോകത്തിൽ ഓൾ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ്, ഏത് ക്ഷേത്രത്തിലായാലും ശരി, ബീറ്റ് ദ ഫീൽഡ് ഓഫ് സ്പിരിച്വാലിറ്റി, ബിസിനസ്, സിനിമ, പ്രൊഫഷൻ, ഏത് ഫീൽഡിൽ നിന്ന് നോക്കിയാലും ശരി, സോ നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് ഓർഡിനറി തോട്ടും ആവാം. പിന്നെ ഒരു കൂടി കാറ്റഗറി ഉണ്ട്, എലിവേറ്റഡ് തോട്ടും ഉണ്ട്, നെസസറി. അത് ശരിക്കും ഈ ന്യൂട്രൽ തോട്ട് എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ലാത്ത തോട്ട് എന്നർത്ഥമുണ്ടോ? അതായത് ഞാൻ ചിന്തിക്കുന്നതിന് ഒന്നുകിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവും. ഒരു റിസൾട്ടും ഇല്ലാത്തൊരു തോട്ടുണ്ടോ?
ഈ റിസൾട്ട് ശബ്ദം മാറ്റിയിട്ട് നമ്മൾ ഫീലിംഗ് റീപ്ലേസ് ചെയ്യാം വിത്ത് എ വേർഡ് കോൾഡ് ആസ് ഫീലിംഗ്. എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഫീലിംഗ് ഇല്ലാത്ത തോട്ട്, ഇറ്റ് ക്യാൻ ബി എ ന്യൂട്രൽ ഓർ എൻ ഓർഡിനറി തോട്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു വിചാരം വന്നു, നാളെ എനിക്ക് ഓഫീസിൽ പോയിട്ട് ഈ ലെറ്റർ മെയിൽ ചെയ്യണം. That can be clubbed into all necessary and a neutral thought. That's an activity which I need to do, right? Phone vannittund, I'll have to go and pick up the phone. Now this is also a thought which results into an action. So it's an ordinary or a neutral thought. Aa negative thought verumbam break inde artham that I replace that negative thought with a positive or a neutral thought or an elevated thought. അതിൻ്റെ അർത്ഥം എൻ്റെ അടുത്ത് ഒരു സ്റ്റിയറിംഗ് വീൽ അതുണ്ട്, സ്റ്റിയറിംഗും ഉണ്ട്. ആ സമയം ഞാൻ കുറച്ച് സ്ലോ ആക്കുന്നുണ്ട് വണ്ടി, റൈറ്റ്? സോ ഐ റെഡ്യൂസ് ദി ഫ്ലോ ഓഫ് മൈ തോട്ട്സ്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ മനുഷ്യൻ കുറേയധികം വിചാരങ്ങൾ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ലോട്ട് ഓഫ് തോട്ട്സ് കംസ് ഇൻ. സോ ഞാനത് കുറച്ച് സ്ലോ ആക്കി, നമ്പർ ഓഫ് തോട്ട്സ് റെഡ്യൂസ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ വണ്ടീൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. എന്താ വെച്ചാൽ മുമ്പ് വലിയൊരു ട്രെയിലർ വരുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് ഞാൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആക്സിഡൻറ്റ് ആവും. സോ വാട്ട് ഐ ഡു കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി, പർപ്പസ്ഫുള്ളി, വില്ലിംഗ്ലി, മനഃപൂർവ്വം ഞാൻ എൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. നൗ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്, ഐ ഡൈവേർട്ട് മൈ മൈൻഡ്, ബിക്കോസ് ഞാൻ ആ വണ്ടീൻ്റെ എന്താ പറയുക, ഐ എം ഇൻ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദറ്റ് വെഹിക്കിൾ, ഇല്ലെങ്കിൽ ആക്സിഡൻറ്റ് ആവും. അതുമാതിരി റൈറ്റ് നൗ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം ലെറ്റ് us thought for some reason ആ വിചാരം വിച്ച് ഇസ് നോട്ട് ഗുഡ്, വിച്ച് വിൽ ഗിവ് മി എ നെഗറ്റീവ് ഫീലിംഗ്, വളരെ ഫ്രസ്ട്രേറ്റഡ് ഉള്ള ഫീലിംഗ് വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ മിസ്റ്റേക്ക് ചെയ്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അവരിങ്ങനെ ബിഹേവ് ചെയ്തത്, ഞാൻ അവർക്ക് വേണ്ടി ഇതെല്ലാം നെഗറ്റീവ് എനിക്ക് സന്തോഷം തരുന്നില്ല. വെനെവർ ദീസ് തോട്ട്സ് കംസ് ഇൻ, ഞാനത് കുറച്ച് സ്ലോ ആക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. നൗ കോൺഷ്യസ്ലി, മനഃപൂർവ്വം ഞാൻ നല്ല ഏതെങ്കിലും ഇൻസിഡൻറ്റോ, നല്ല ഏതെങ്കിലും കാര്യമോ, നല്ല ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഞാൻ എന്നെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഈ നെഗറ്റീവ് തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റുമോ? അതിൽ വി നീഡ് ലിറ്റിൽ പ്രാക്ടീസ് ഓഫ് ബീങ് അവെയർ. ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്, എന്താ പറയാൻ പാടില്ല, ഐ ഹാവ് എ ലിറ്റിൽ കപ്പാസിറ്റി ടു ഡിസേർൺ എന്താണ് ശരി, എന്താണ് തെറ്റ്. ഈ ശബ്ദങ്ങൾ പറയാൻ പാടില്ല, ഈ ശബ്ദം അപ്രോപ്രിയേറ്റ് അല്ല, ഐ നോ. സോ ഐ തിങ്ക് ബിഫോർ ഐ സ്പീക്ക്. ഞാൻ ചിന്തിച്ചിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ, നമ്മൾ ചിന്തിച്ചിട്ടേ കാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇസ് ദിസ് ഗോയിങ് ടു ഗെറ്റ് മീ എ ഫ്രൂട്ട്ഫുൾ റിസൾട്ട്, ഇതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ, ചിന്തിച്ചിട്ടേ ചിന്തിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇത് നമ്മളുടെ ഹൗസ് ഇറ്റ് പോസിബിൾ, വൈ നോട്ട് പോസിബിൾ? ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ, കണ്ടിന്യൂസ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ 5 കൊല്ലം മുമ്പ് ഇത് ഇൻസിഡൻ്റ് ആയി, അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇമ്മീഡിയറ്റ്ലി? ഇഫ് ഐ കം ടു നോ ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് മീ റൈറ്റ് നൗ. പക്ഷെ എനിക്ക് അതെല്ലാം അറിഞ്ഞിട്ടും ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം സോ ഔട്ട് ഓഫ് കൺട്രോൾ. അതാണ് എന്താ പറയുക, കോർ, എന്താ പറയുക, അതിൻ്റെ എസെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി. നൗ യു ആർ കമ്മിങ് ടു ദി എസെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി. മെഡിറ്റേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഓൾ ദോസ് പവേഴ്സ്. സോ ഈ കാര്യം മനസ്സിലാക്കാൻ ഞാൻ ഐ ഗിവ് യു ജസ്റ്റ് അനദർ എക്സാമ്പിൾ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫർമേഷൻ ആൻഡ് നോളജ്. നോളജിൻ്റെ അർത്ഥം ജ്ഞാനം, ഇൻഫർമേഷൻ പറഞ്ഞാൽ അറിവ്. കുറേ പേർക്ക് ഈ ലോകത്തിൽ ഇൻഫർമേഷൻ നല്ലപോലെ ഉണ്ട്. മേ ബി ഗിരീഷ് ബ്രദർക്കും കുറേ അറിവുണ്ട്. പക്ഷേ ഈ അറിവ് ഡസൻറ്റ് ഹെൽപ്പ് മീ. അറിവ് ഈസ് ഈക്വൽ ടു ഐ നോ. ഗിരീഷ് ഭായിക്ക് എന്ത് അറിയാം? ഐ നോ സ്മോക്കിംഗ് ഈസ് ഇൻജോറിയസ് ടു ഹെൽത്ത്. പക്ഷേ ഐ സ്മോക്ക്. പിന്നെ ഈ അറിവ് വെച്ചിട്ട് അതെനിക്ക് ഗുണം ചെയ്യുന്നില്ല. അറിവ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു നോളേജ്. എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, നോളേജ് ഈസ് ഈക്വൽ ടു പവർ. നോളേജ് ഈസ് പവർ, ഇൻഫർമേഷൻ ഈസ് നോട്ട് പവർ. ഇന്ന് ലോകത്തിൽ മുഴുവൻ ഒരു ഇൻഫർമേഷൻ
എന്താ പറയുക, എക്സ്പ്ലോഷനാണ്. എക്സ്പ്ലോഷൻ. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നേടണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരു സ്കില്ല് പോരാ, മൾട്ടി സ്കിൽഡ് ആയിരിക്കണം. അത് പിന്നെ വേറൊരു വശം. എല്ലാത്തിനെക്കുറിച്ച് അറിയണം. അറിഞ്ഞിരുന്നാൽ യു ആർ പവർഫുൾ. ബട്ട് യു ആർ സെയിങ് ഇൻഫർമേഷൻ ഈസ് നോട്ട് പവർ. ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാം സിഗരറ്റ് കുടിച്ചാൽ ലങ് ക്യാൻസർ ആവും, അത് ഇഞ്ചോറിയസ് ആണ്, അത് ഗുണം ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയില്ലേ? So information is power. Is it helping mankind? I believe that is where we have to കുറച്ച് റാഷണാലിറ്റി വെച്ച് സ്വയം തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇൻഫർമേഷൻ എനിക്ക് ഒരു കാര്യത്തിൻ്റെ പ്രതി അറിയില്ല. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് കമ്പ്യൂട്ടേഴ്സ് അറിയില്ല, ഒരാൾക്ക് കമ്പ്യൂട്ടറിൻ്റെ പറ്റി അറിയാം. ദാറ്റ് പേഴ്സൺ ഈസ് എനി ടൈം ബെറ്റർ ദാൻ മീ. സപ്പോസ് നാളെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ ഇമെയിൽ അയക്കാൻ അറിയോ, കമ്പ്യൂട്ടർ അറിയോ, ഞാൻ പറയാം അറിയില്ല. സംബഡി സേസ് അറിയും. സോ ഹീ ഈസ് മോർ കോമ്പിറ്റൻറ്റ് ദാൻ മീ. അറിയണം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബിഹേവിയർ ആസ്പെക്ട്, വെൻ ഇറ്റ് കംസ് ടു റിയൽ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീൻ്റെ ആധാരം നമ്മൾ നോക്കുമ്പം all these people, they convert അറിവ് into knowledge. To an extent I should know, but beyond it I should also be എങ്ങനെ ഈ ചേഞ്ച് കൊണ്ടുവരും? ആ ചേഞ്ച് കൊണ്ടുവരാൻ പവർ. ഇന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം ഇത് ശരിയല്ല. സംവെയർ ഡീപ്പ് വിതിൻ മീ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത് വിടണം. പക്ഷെ അതൊരു അഡിക്റ്റീവ് നേച്ചറായി പോയി. ആ നിക്കോട്ടീൻ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ശരീരം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് കുറച്ച് അഡിക്റ്റീവ് ആണത്. നൗ ക്യാൻ ഐ ഇൻക്രീസ് മൈ പവർ? എൻ്റെ അകത്തുള്ള ആ പവർ ഓഫ് ഡിറ്റർമിനേഷൻ, ആ വിൽ പവർ, ദ വില്ലിങ്നെസ് ടു ചേഞ്ച്, അത് ഡെവലപ്പ് ചെയ്യണം. എൻ്റെ മൊബൈലിൽ ബാറ്ററി കുറഞ്ഞു, ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എനർജി കൂടി, ഐ ക്യാൻ യൂസ് ദ മൊബൈൽ ഫോൺ. നമ്മൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്ന ഈസ് ഈക്വൽ ടു പവർ. അൺഫോർച്ചുനേറ്റ്ലി ഈ ലോകത്തിൽ വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസിൻ്റെ കാരണം നമുക്കെല്ലാം അറിയാം, പക്ഷേ നല്ലത് ചെയ്യാനുള്ള ശക്തി. ആക്ച്വലി ഇവിടെ ഇപ്പോൾ അറിവ്, ഇൻഫർമേഷൻ, നോളജ്. ഇപ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, അത് അറിവാണ്. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, റോഡിൽ കൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണം, റൈറ്റ് സൈഡിൽ പറയാൻ പാടില്ല, ജെലസി ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല, ഇതെല്ലാം ഇൻഫർമേഷൻ. അപ്പോൾ എന്താണ് അറിവ്? എന്താണ് ജ്ഞാനം? ജ്ഞാനം മീൻസ് ഐ ലിവ് ദാറ്റ് ലൈഫ്. ഞാനൊരു എംബോഡിമെൻ്റ് ആണ്, ഞാൻ അതിൻ്റെ ഒരു സ്വരൂപമാണ്. ഫോർ എക്സാമ്പിൾ സിഗരറ്റ് സ്മോക്കിംഗ് നോക്കിയാൽ സ്പിരിച്വാലിറ്റി വെച്ച് ഒരു വ്യക്തി സിഗരറ്റ് കുടിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു മീ he is not good because he is killing his lungs, and at the same time passive smoking nan environment nu disturb cheyyunnunde, ende thottu nikkunna aalkum passive smoking varunnuണ്ട്. So it is not at all good in any aspect, not good to me, not good to my family members, not good to my neighbor, not good to the environment in any way. So it is bad, I know. Now the question comes in, ee sthiti vechittu if I become spiritual, that means my first and foremost understanding ആയിരിക്കും ഞാൻ ഗുഡ് ആവണം. ഗുഡ് ആവണ്ടെങ്കിൽ ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ ബോഡി ഫസ്റ്റ്. ഐ ഷുഡ് നോട്ട് പുട്ട് ഇൻ ദറ്റ് സ്മോക്ക്, ദ ഹീറ്റ് ഇൻസൈഡ് മൈ ബോഡി, നമ്പർ വൺ. നൗ ദ പ്രോസസ് ഇസ്, ഇഫ് ഐ ക്വിറ്റ് സ്മോക്കിംഗ് ദെൻ ലൈഫ് ബിക്കംസ് ഈസി. ഇല്ലെങ്കിൽ നാളെ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, ആൾക്കാർ എന്താ വിചാരിക്കുക, ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് ടു ഇറ്റ്. നൗ ദ ക്വസ്റ്റ്യൻ ഇസ്, നൗ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് habit of smoking, how to get rid of the habit of telling lies, how to get rid of the habit of purdy, how to get the habit of getting rid of the habit of feeling jealous, looking at. അതാണ് എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം. യെസ്, പക്ഷെ ഒഴിവാക്കാൻ പറ്റും. കറക്റ്റ്. അതിന് അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദ ബേസിക്സ്, the first thing is, can I have the willingness to change? ഞാൻ റെഡി ആണോ ടു ക്വിറ്റ്? ഞാൻ റെഡിയാണ്, എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. Now the second phase, are you ready to be trained? ഞാൻ ഈ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നുണ പറയാണ്ട് ജീവിക്കാൻ പറ്റൂല, സിഗരറ്റ് കുടിക്കാണ്ട് ജീവിക്കാൻ പറ്റൂല, ചീത്ത പറയാണ്ട് ജീവിക്കാൻ പറ്റൂല. ഈ മൈൻഡ് സെറ്റ് വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന എനിക്ക് സിഗരറ്റ് വിടണം. Now this is not possible. So that willingness to change, yes, it is possible. Now if you are ready, then I am there to help you. Now can
ഞാൻ ആ പ്രോപ്പർ സ്റ്റഡി ചെയ്യാൻ റെഡിയാണോ? വൺസ് ഐ കം ടു ബിക്കം എ സ്പിരിച്വൽ പേഴ്സൺ, ഒരു നല്ല ഇൻഡിവിജ്വൽ, ഒരു ഈസി ഇൻഡിവിജ്വൽ, ഒരു നല്ല അച്ഛൻ, ഒരു നല്ല അമ്മ, ഒരു നല്ല കൂട്ടുകാരൻ, ഒരു നല്ല personality who's taking care of the body, who's taking care of the child, who's taking care of the parents in the true sense, playing with all the virtues, ഗുണങ്ങൾ കളിക്കുന്നുണ്ട്. Now how to change? ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ശക്തി വേണം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ദിസ് ഇസ് ഓൾ ഇന്റേണൽ, എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ ഇന്ന് ഡിസൈഡ് ചെയ്തു വളരെ സ്ട്രോങ് ആയിട്ട്, ഇന്ന് മുതൽ ഇനി എന്ത് വന്നാലും ശരി, ഞാൻ മരിച്ചു പോകാൻ റെഡിയാണ്, പക്ഷെ സിഗരറ്റ് ഞാൻ തുടത്തില്ല. Now the point is, ഞാനിത് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും, ഇത് ചെയ്യാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. I mean, it is just not possible. ഇതുപോലെ ദൃഢനിശ്ചയം പലതവണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വെച്ചാൽ ഞാനിത് പിന്നെ ദൃഢനിശ്ചയമൊക്കെ എടുത്തു, പിന്നെ വിത്തിൻ 2 days മൈ റിസോൾവ് വീക്കെൻഡ്, പിന്നെ വീണ്ടും ഞാൻ 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു ദൃഢനിശ്ചയം കൂടി എടുക്കും, പക്ഷെ വീണ്ടും ഞാൻ പഴയ അവസ്ഥയിലേക്ക് പോകും. എനിക്ക് അവസാനം മതി, ഞാൻ തീരുമാനിച്ചു ഇതങ്ങനെ പോട്ടെ, ഇത് എന്നെ കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല. ഇന്ന് മൊബൈൽ ഫോൺ ചാർജ് ചെയ്താൽ നാളെ അതിൻ്റെ ബാറ്ററി വീക്കാവില്ലേ? ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ എനർജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റ് us assume ഞാൻ ഇന്ന് മുതൽ നുണ പറയില്ല. ഇനി നിങ്ങൾ എത്ര ചീത്ത പറഞ്ഞാലും ശരി, ഞാൻ തെറ്റ് ചെയ്തു, പക്ഷേ ഇന്ന് മുതൽ ഐ വിൽ ബി ഓണസ്റ്റ്. നൗ യു നോ വാട്ട് യു ആർ ഡൂയിങ്? യു ആർ കോൺഷ്യസ്ലി ബ്രിങ്ങിങ് എ ചേഞ്ച് ഇൻ യുവർ ഹാബിറ്റ്. നൗ ഐ എം വെരി കോൺഷ്യസ്, അവെയർ, ഫോർ ദ നെക്സ്റ്റ് 2 hours ഞാൻ നുണ പറയില്ല. ലെറ്റ് us assume 2 മണിക്കൂർ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ദിവസത്തിൽ ആവറേജ് 10 പ്രാവശ്യം നുണ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഡിറ്റർമൈൻ ചെയ്തു, ദൃഢത വെച്ചു, പവർ എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ ആ പവർ എടുത്തു. നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ മോർ തിങ്. വെൻ വി സ്പീക്ക് അബൌട്ട് ബീങ് ഗുഡ്, വെൻ വി സ്പീക്ക് അബൌട്ട് സ്പിരിച്വാലിറ്റി, ഇതിൽ നമുക്ക് ആ എനർജീനെ പോലും അറിയണം. നമ്മളുടെ എനർജിയും പിന്നെ എവിടുന്നാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആ എനർജി. ഇപ്പം ഞാൻ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ, അത് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ പ്ലഗിൽ. എവിടുന്നോ ഇലക്ട്രിസിറ്റി എനർജി ഫ്ലോ ആവുന്നുണ്ട്, ഫ്രം വെയർ ഇറ്റ് ഈസ് ജനറേറ്റഡ്. Let us assume it is the thermal power station or the atomic power station or the hydel power station. എവിടുന്നോ എനർജി ജനറേറ്റ് ആവുന്നുണ്ട്, പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. സിമിലർലി, വെരി ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ is we need to understand the supreme energy of determination, the supreme energy of love, the supreme energy of peace, supreme energy storehouse. അവിടുന്ന് അത് എന്താ സപ്ലൈ, അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട്. അവിടെ ഞാൻ കണക്ട് ചെയ്തു, ആ എനർജി എല്ലാം എൻ്റെ അടുത്ത് ഉണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ചാർജ് ചെയ്തു, പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ കുറച്ച് ചാർജായി. വിചാരിച്ചാൽ ഞാൻ 10 പ്രാവശ്യം നുണ പറയുന്നുണ്ടായിരുന്നു. ക്യാൻ ഐ റെഡ്യൂസ് ഇറ്റ് ടുഡേ ബൈ 8 times? കോൺഷ്യസ്ലി 2 പ്രാവശ്യം നുണ പറയാൻ പോകുന്ന മുമ്പേ എനിക്ക് മനസ്സിലായി നുണ പറയാൻ പോവാന്ന്, പക്ഷെ പറയാൻ പാടില്ല. സ്ലോലി വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ ചേഞ്ചിങ് യുവർ ഹാബിറ്റ് കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി, വില്ലിംഗ്ലി, സ്വേച്ഛ വെച്ചിട്ട് ഞാൻ തന്നെ മനഃപൂർവ്വം. സ്റ്റിൽ ഓക്കെ. ഇപ്പോൾ 10 തവണ ഞാൻ ചായ കുടിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ നുണ പറഞ്ഞു, അടുത്ത തവണ അത് 8 ആയി, പിന്നെ അത് 6 ആയി. ഐ ക്യാൻ ഫീൽ ദി ഇംപ്രൂവ്മെൻറ്റ്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്കും ചില എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇത് മാറ്റണം എന്ന് വിചാരിക്കുമ്പോഴാണ് അത് കൂടുന്നത്, അപ്പോഴാണ് ഫ്രസ്ട്രേഷൻ വരുന്നത്. ഹൗ ഈസ് ദിസ് ഹാപ്പനിങ്? ഞാനിപ്പോൾ 10 പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുമ്പോൾ പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിത്തോളാം. വെരി സിമ്പിൾ. ഞാൻ 10 പ്രാവശ്യം ചായ കുടിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് വിചാരിച്ചു ഇത് റെഡ്യൂസ് ചെയ്യണം. നോക്കുമ്പോഴത്തേക്ക് ഞാൻ 15 പ്രാവശ്യം കുടിക്കാൻ തുടങ്ങി. വണ്ടർഫുൾ. അതിൻ്റെ അർത്ഥം ആ തോട്ട് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടില്ലേ? ഇറ്റ് വാസ് എ വീക്ക് തോട്ട്. Where was the determination? Where was the force? Where was the energy? Where was the backing? തീരുമാനിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, that thought itself was very weak. അതിന് ശക്തി ഉണ്ടായിരുന്നില്ല.
ആ ശക്തി വെച്ചിട്ട് ഞാൻ ചായ കുടിക്കുമ്പം ദ എനർജി വിത്ത് വിച്ച് ഐ ക്രിയേറ്റഡ് ദ തോട്ട്, അതിൻ്റെ അവയർനെസ് പോലും ഉണ്ടാവണം. ദാറ്റ് ഈസ് വെയർ അഗെയിൻ ഞാൻ പറയുന്ന മാതിരി ഇന്ന് ഞാൻ വിചാരിച്ച 10 പ്രാവശ്യം ചായ കുടിക്കുന്നത് ഞാൻ 15 പ്രാവശ്യം കുടിച്ചു. നൗ ഇഫ് ഐ എം എ സ്പിരിച്വൽ പേഴ്സൺ, ഐ റിയലൈസ് ഞാൻ ഫെയിലായി. ഞാൻ എന്താ വിചാരിച്ചത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നൗ യു ആർ ബ്രിങ്ങിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ യുവർ സെൽഫ്. എൻ്റെ ജീവിതത്തിൻ്റെ സുഖവും ദുഃഖവും നല്ലതും ചീത്തയുടെ ആധാരം ആരാണ്? ഞാൻ തന്നെയാണ്. ദാറ്റ് മീൻസ് ഐ നീഡ് ടു ചേഞ്ച് മൈ സെൽഫ്. നൗ ഐ ഹാവ് റിയലൈസ്ഡ് ഞാൻ ഒരു വിചാരം ക്രിയേറ്റ് ചെയ്തു, ചായ കുടിക്കാൻ പാടില്ല, 10 പ്രാവശ്യം എനിക്ക് കുറക്കണം. പക്ഷേ വാട്ട് ഹാസ് ആക്ച്വലി ഹാപ്പൻഡ്, ഞാൻ 15 പ്രാവശ്യം കുടിച്ചു. നൗ ദാറ്റ് മീൻസ് ഞാൻ ആ തോട്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആക്ഷൻ, ഐ വാസ് നോട്ട് ഈവൻ അവെയർ ഓഫ് ദ തോട്ട് ദാറ്റ് ഐ ക്രിയേറ്റഡ്. ഞാൻ ഡിസൈഡ് ചെയ്തു ഇവിടെ ഇന്ന് രാവിലെ എനിക്ക് വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ പോകണം. ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ വിചാരം മറന്നു. എവിടെയൊക്കെയാണ് എനിക്ക് മാർഗം കിട്ടുന്ന അവിടെ നടക്കാൻ തുടങ്ങി. വിൽ യു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ? നെവർ. ക്യാൻ ഗിരീഷ് കംപ്ലെയിൻ? അല്ല, പക്ഷെ ഞാൻ രാവിലെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണം, പക്ഷെ എത്തിയത് 10 കിലോമീറ്റർ ദൂരെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഹലോ, ബട്ട് വേർ വാസ് യുവർ ഫോക്കസ്? ഡിഡ് യു അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, ഇവിടുന്ന് റൈറ്റ് ടേൺ ആണ് റെയിൽവേ സ്റ്റേഷൻ, പക്ഷെ ഞാൻ നേരെ നടന്നു. ആ സമയം എനിക്ക് ഓർമ്മയില്ല, ബോധമില്ല, എനിക്ക് റെയിൽവേ സ്റ്റേഷനാണ് പോകേണ്ടത്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, ആ രാവിലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പം നിങ്ങൾ ആ ഡിറ്റർമിനേഷൻ ചെയ്തില്ല എനിക്ക് റെയിൽവേ സ്റ്റേഷൻ പോകണം. സോറി, ഇറ്റ് വാസ് എ വീക്ക് തോട്ട്. ഇറ്റ് ഡിഡ് നോട്ട് ഗോട്ട് രജിസ്റ്റേർഡ് ഇൻ ടു യുവർ സിസ്റ്റം ദറ്റ് ഐ വാണ്ട് ടു ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾ നടന്നുകൊണ്ടിരുന്നു, എവിടെയൊക്കെയോ എത്തി. പിന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അയ്യോ പോസിറ്റിവിറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല, തോട്ടൊന്നും വെച്ചിട്ട് കാര്യമില്ല, ഞാൻ റെയിൽവേ സ്റ്റേഷൻ അല്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിപ്പോയി. നോ, സോറി, യു നീഡ് ടു ബി വെരി ഫോക്കസ്ഡ്. Now that is where again the question comes, am I ready to change? If yes, then comes the help. Devam, God, supreme power will really help me, provided I am, it can be slow. 10 ഒരാഴ്ച കഴിഞ്ഞിട്ട് 9 ആക്കാൻ പറ്റും, പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 8, but that has to be a concerted effort. Can I be very focused and goal oriented? ഞാൻ എല്ലാ ദിവസം കുറേ തോട്ട്, നാളെ മുതൽ നുണ പറയില്ല, നാളെ മുതൽ ഇത് ചെയ്യില്ല. പക്ഷെ then what was the backup, the follow up, the sustenance towards that first thought? That is very important. So spirituality will give me the power also. ഗിരീഷ് ഭായ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചായയുടെ കാര്യത്തിൽ പിന്നെ ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ ദേഷ്യപ്പെടുന്നത് നിർത്തണം, ഞാൻ നിർത്താനുള്ള തീരുമാനം എടുക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ ദേഷ്യപ്പെടുത്താനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന അനുഭവം. എനിക്ക് തോന്നുന്നു നമുക്കിതിനെക്കുറിച്ച് വീണ്ടും കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. ഇന്നത്തെ സമയക്കുറവ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ചർച്ചയ്ക്ക്. ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലുണ്ട്. സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തീർച്ചയായും നമ്മളെ കാത്തിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ ആഴമേറിയ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിൽ വയ്ക്കാം, ഒരു സങ്കല്പം എടുക്കുമ്പോൾ അത് ദൃഢമാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൃഢസങ്കല്പത്തിന് തീർച്ചയായും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടായിരിക്കണം. ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.